ഫ്രിഡ്ജിൽ നിറയ്ക്കാൻ വേണ്ടി മാങ്ങ വാങ്ങിക്കാൻ പോയപ്പോൾ ഏട്ടൻ വാങ്ങിച്ച വേറൊരു സാധനമാണ് അവക്കാഡോ. അപ്പോൾ ഇത് പച്ചയായതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ദിവസം എത്തിക്കഴിഞ്ഞിരിക്കുന്ന കൈസ് ഇത് നന്നായിട്ട് പഴുത്തു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇതുവരെ പച്ചയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതിലൊന്ന് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ജൈസ്. നന്നായിട്ട് പഴുത്ത ഒരെണ്ണം എടുത്തിട്ട് ഞാനിതാ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ അവക്കാഡോ ഇങ്ങനെ നല്ലോണം ഭംഗിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ശരിക്കും സത്യമാണ് കേട്ടോ. അപ്പം ഞാൻ 18 പണി നോക്കിയിട്ട് അതിൻ്റെ കുരു പുറത്തെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നന്നായിട്ട് പഴുത്ത അവക്കാഡോ തന്നെ ആയിരുന്നു കേട്ടോ. നല്ല വലിയ കുരുവൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും ഇത് കഴിച്ചപ്പം ഒരു വികാരവും തോന്നില്ല. അയ്യേ ഇതെന്തൊരു ടേസ്റ്റ് ഇല്ലാത്തതെന്നുള്ള ഒരു ഭാവമായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിന് അതുകൊണ്ടായിരിക്കില്ല ഇതിന് ബട്ടർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ കായ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നായൻ എറിയാൻ ഉപയോഗിക്കാം ഗൈസ്. അങ്ങനെ ഞാൻ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് തുറന്നെടുക്കുന്നുണ്ട് ഗൈസ്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല പച്ച കളറുള്ള അവക്കാഡൊക്കെ ഞാൻ നന്നായിട്ട് പാത്രങ്ങളിലാക്കിയിട്ട് നല്ല പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കുന്ന ആളായിട്ടാണ് കേട്ടോ. സാഹസികമായിട്ട് അടിഞ്ഞോണ്ടിരിക്കുന്ന മിക്സി തുറന്നൊക്കെ എനിക്ക് കാണിച്ചു തന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, എന്നോട് കണ്ണടിച്ചിരുന്നോളം പറഞ്ഞ ഒരു ഗ്ലാസും പിടിച്ചിട്ട് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ കണ്ണടിച്ചിരുന്നപ്പോൾ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്ക് വന്ന് കുടിച്ചു. ആഹാ എന്ത് രസം, എന്ത് സുഖം. അപ്പോൾ ബൈ ഗൈസ്.